അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം 2025 നവംബർ 1 രാജ്യത്താദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. 5 ലക്ഷത്തിലേറെ വീടുകൾ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻപിച്ച മുന്നേറ്റങ്ങൾ, സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കാര്യക്ഷമമായ ഇടപെടൽ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അതിനൂതന സംവിധാനങ്ങൾ, വിജ്ഞാന സമ്പദ്ഘടന എന്ന കാഴ്ചപ്പാട്, കാർഷിക വ്യവസായ മേഖലയിലെ മുന്നേറ്റം, ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പാക്കി വരുന്നത്. വികസനക്ഷേമ പദ്ധതികൾ നാടിനുണ്ടാക്കിയ വളർച്ചയും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ വികസനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, നവകേരള പദ്ധതിയിലെ ജനപങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ പഠനം നടത്തി നവകേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നവകേരള പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ അനുഭവങ്ങൾ സ്വാംശീകരിക്കുവാനും കഴിയും വിധമുള്ള പഠന പരിപാടിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. നവകേരളം വികസനക്ഷേമ പഠന പരിപാടിയിലൂടെ ജനങ്ങളിലേക്കെത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും വികസന ചർച്ചകളിൽ പങ്കെടുപ്പിച്ചും അവരെ നയരൂപീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലൊരു ജനാധിപത്യ ഇടപെടൽ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും എന്നതിൽ സംശയമില്ല. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിൽ നിന്നും വികസനക്ഷേമ പദ്ധതികളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തേടുവാനും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ഇതുവഴി സാധിക്കും. ഓരോ പ്രദേശത്തും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും സമയബന്ധിതമായി മുഴുവൻ കുടുംബങ്ങളിലും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുമുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ സാമൂഹിക സന്നദ്ധ സേന അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കുക. പദ്ധതിയുടെ നടത്തിപ്പിന് 4 അംഗ സംസ്ഥാനതല ഉപദേശക സമിതി രൂപീകരിച്ചു. സംസ്ഥാനതല നിർവഹണ സമിതിയും നിലവിൽ വരും. തദ്ദേശ സ്ഥാപന തലത്തിലും അസംബ്ലി തലത്തിലും ജില്ലാതലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിക്കും. സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കുന്ന ക്രോഡീകരിച്ച റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ ശുപാർശ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കും. ചീഫ് സെക്രട്ടറിക്ക് പുറമെ
മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രഹാം, IAS റിട്ടയേർഡ്, മുൻ ചീഫ് സെക്രട്ടറി IMG ഡയറക്ടർ കെ ജയകുമാർ, IAS റിട്ടയേർഡ്, IIM കോഴിക്കോട് പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ്, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറാണ് അദ്ദേഹം. ഇവരാണ് സംസ്ഥാനതല ഉപദേശക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.